നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്നറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചുള്ളത്. പണം വാങ്ങി തിരിച്ചു കൊടുക്കുന്നില്ല എന്ന പരാതി സോഷ്യൽ മീഡിയയിലൂടെ റോബിന് വലിയ രൂപത്തിലുള്ള മാനനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. വേദലക്ഷ്മിയും റോബിൻ രാധാകൃഷ്ണന്റെ സുഹൃത്തുമായിരുന്ന താരങ്ങളെ കുറിച്ചെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നീക്കങ്ങളാണ് റോബിൻ ചെയ്തത് എന്ന് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പുറത്തുവിട്ടു. റോബിന്റെ വീഡിയോകൾ തന്നെയാണ് ഇതിന് വലിയൊരു തെളിവായി കാണിച്ചത്. റോബിൻ രാധാകൃഷ്ണൻ ജനുവരിയിൽ മാസത്തിലും അതേപോലെ മെയ്യിലായാലും സെപ്റ്റംബറിലായി തരാം എന്ന് പറഞ്ഞെല്ലാം തന്നെ പല തവണ ഒരുപാട് ലക്ഷങ്ങൾ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുന്നില്ല എന്ന കാര്യം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. റോബിൻ രാധാകൃഷ്ണന്റെ ഈ ഒരു പ്രവൃത്തിയെ പറ്റി തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു കൂടാതെ ഇതിനോടൊപ്പം തന്നെ നടക്കുന്നത് പല പ്രമുഖ താരങ്ങളും റോബിന്റെ ഈ ഒരു പ്രവൃത്തിയെ പറ്റി വിശദീകരിച്ചും റോബിൻ ഈ ഒരു പ്രവൃത്തിയെ പറ്റി പ്രതികരിച്ചും രംഗത്ത് വരുന്നുണ്ട്. പ്രമുഖ സിനിമ സീരിയൽ താരങ്ങളെല്ലാം തന്നെ റോബിന്റെ അവസ്ഥ എന്താണ് ചെയ്യുന്നത് എന്നും റോബിന്റെ ഈ ഒരു സ്വഭാവം ശരിയല്ല എന്നും പണത്തിന്റെ ഇടപാടുകൾ എത്രയും പെട്ടെന്ന് തീർക്കേണ്ട കാര്യമാണ് എന്നും ഇത്തരത്തിൽ വലിച്ചു നീട്ടി കൊണ്ടുപോയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നും ഉണ്ടാകുമെന്നും പറഞ്ഞ് രംഗത്ത് വരികയാണ്. റോബിൻ രാധാകൃഷ്ണനെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം ആദ്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. എന്നാൽ റോബിൻ ഇതിനെ പ്രതികരിച്ചും ഓരോ സമയത്തും രംഗത്ത് വരുന്നുണ്ട്. തന്റെ ബാങ്കിലെ അക്കൗണ്ട്സിന്റെ ചാർട്ടും അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസും അക്കൗണ്ടിലെ പണത്തിന്റെ ഇടപാടുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി റോബിൻ രാധാകൃഷ്ണൻ പുറത്തുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കെട്ടുകളിലായി ഒരുപാട് ഫയലുകളെല്ലാം തന്നെ കൊണ്ടുവന്ന് ഇതെല്ലാം അതിന്റെ തെളിവുകളാണ് എന്ന തരത്തിലെല്ലാം തന്നെ റോബിൻ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലും എല്ലാം തുറന്നു പറയുന്ന രംഗങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ സത്യമാണ് എന്നും ഇതിന് പിറകിൽ നടക്കുന്നത് എന്താണ് എന്നും ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്നും ഇതിലെ ആരാണ് സത്യമെന്നും ആരുടെ ഭാഗത്താണ് ശരി എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.